റയും കൈസറുമൊക്കെ എന്തൊരു സുഖങ്ങളിലാണ് അവർ കഴിയുന്നത്. അവരുടെ ഭവനങ്ങൾ എത്രമാത്രം വലുതാണ്, അവരുടെ സുഖസല്ലാപങ്ങൾ എത്രമാത്രം അധികമാണ്. തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലല്ലയോ? ആ സമയത്ത് ചോദിച്ച, ആ സമയത്ത് പറഞ്ഞത്, ഓ ഉമറേ, വഹും മുലൂഖുദ് ദുനിയാ, അവരൊക്കെ ദുനിയാവിലെ രാജാക്കന്മാരാണ്. നമ്മൾ ആഖിറത്തിന്റെ മക്കളാണ്, പരലോകത്തിന്റെ വക്താക്കളാണ്. നമുക്ക് പരലോകമാണ് സന്തോഷമുള്ള ലോകം. അതുകൊണ്ട് തന്നെ ഈ സൗകര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടു പോയി, ഈ സംവിധാനങ്ങളിൽ പൊരുത്തപ്പെട്ടു പോയി. ഒന്നുമല്ല, ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട്, പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് ദുനിയാവ് ഇതൊക്കെ മതി എന്ന് ചിന്തിച്ചു പോയി. എപ്പോഴും അങ്ങനെ ദുനിയാവ് മതിയായിട്ടില്ല എന്ന് ചിന്തിക്കരുത്. ദുനിയാവിലെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ പറ്റിയൊക്കെ അല്ലാഹുത്തആല എത്ര ചെറുതാക്കിയാ പറഞ്ഞു നോക്ക് നിങ്ങൾ. ഒരാൾക്ക് അല്ലാഹുത്തആല ഒരു സ്വർണത്തിന്റെ ഒരു കൊട്ടാരം, അതുപോലെ തന്നെ വെള്ളിയുടെ ഒരു കൊട്ടാരം, അതിൻ്റെ വാതിലുകളൊക്കെ സ്വർണത്തിൻ്റെ വാതിലുകൾ, അതിലുള്ള കട്ടിലുകളൊക്കെ നല്ല നല്ല ഏറ്റവും നല്ല വിലപിടിപ്പുള്ള മരത്തിൻ്റെയും നല്ല നല്ല ഉപകരണങ്ങളുടെയും കട്ടിലുകൾ, ഇതൊക്കെ കൊടുത്താലും അല്ലാഹു തആല അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞത് വഇൻ കുല്ലു ദാലിക ലമ്മാ മതാഉൽ ഹയാത്തി ദുനിയ, അതൊക്കെ ഈ ഭൗതിക ലോകത്തിന്റെ ഒരു ചരക്ക്, ഒരു സമൃദ്ധി എന്നല്ലാതെ കാര്യമായിട്ടൊന്നുമില്ലല്ലോ. ഏറ്റവും ഖൈറു വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് പരലോകമാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ലത്. ആ പരലോകത്തിന് വേണ്ടി സഹോദരങ്ങളെ ദുനിയാവിൽ അധ്വാനിക്കണം. ദുനിയാവ് ആഖിറത്തിന് വേണ്ടി കളഞ്ഞു കുളിക്കരുത്. ആഖിറത്തിന് വേണ്ടിയുള്ള സമ്പാദ്യ ലോകമാകണം ദുനിയാവിൻ്റെ ലോകം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന 5 ഘട്ടങ്ങളിലും നമ്മൾ സമ്പാദ്യം വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 വിഷയം വരുന്നതിന്റെ മുമ്പ് 5 എണ്ണം നീ സമ്പാദിക്കണേ. ശബാബക ഖബ്ല ഹറമിക, നിന്റെ യുവത്വം നീ സമ്പാദിക്കണം വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ്. വാർദ്ധക്യം വരുമ്പോ നിനക്ക് പലതും ചെയ്യാൻ കഴിയില്ല. യുവത്വത്തിൽ നിനക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, ഒരുപാട് വിഷയങ്ങൾ നിന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയും. ആ യുവത്വം നീ സമ്പാദിക്കണം, യുവത്വം നീ മുതലാക്കണം. യുവത്വകാലത്ത് സാധിക്കുന്ന അത്രേ വാർദ്ധക്യകാലത്ത് സാധിക്കില്ലല്ലോ. യുവത്വകാലത്ത് ഒരാൾക്ക് അമല് ചെയ്യാൻ കഴിയുന്നത് പോലെ വാർദ്ധക്യകാലത്ത് അമല് ചെയ്യാൻ കഴിയുമോ? ഇല്ല. യുവത്വകാലത്ത് ഒരാൾക്ക് ദീനിന് വേണ്ടി പ്രവർത്തിക്കും പോലെ വാർദ്ധക്യകാലത്ത് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് യുവത്വം മുതലാക്കണേ. ഖബ്ല ഹറമിക, നിന്റെ വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വം നീ മുതലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, സഹോദരങ്ങളെ, യുവത്വകാലത്ത് തന്നെ ഒരുപാട് അമല് ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ചു വെച്ചുപോയി. മഹാന്മാരായ സ്വഹാബിമാര്, താബിഈങ്ങൾ, അവരെ യുവത്വം അവർ മുതലാക്കിപ്പോയി. യുവത്വം മുഴുവനും ദുനിയാവിൽ തീർക്കുന്നത് നമ്മുടെ ആളുകൾ നോക്ക് നിങ്ങൾ, വിനോദങ്ങളിലാണ് അധികവും തീർക്കുന്നത്. അതേ വിനോദങ്ങൾ നമ്മുടെ ആളുകൾക്കൊരു ലഹരിയാണ്. എല്ലാ തരം വിനോദങ്ങളും കൂട്ടിക്കോളൂ. ഒറ്റക്കിരുന്നാലും വിനോദം നടക്കുമല്ലോ ഇപ്പോഴത്തെ കാലത്ത്. സംഘമായിട്ട് ആളുകൾ വേണ്ടതില്ലല്ലോ. ഒറ്റക്ക് തന്നെ സംഘമായിട്ട് ആളുകളെ കൂട്ടിയിട്ട് കളിക്കാൻ പറ്റുന്ന കാലമല്ലേ ഇപ്പോ. ഒരു ഗ്രൗണ്ടിലേക്ക് തന്നെ ഇറങ്ങണമെന്നില്ലല്ലോ കളിക്കാൻ. ആ രൂപത്തിൽ തന്നെ എത്ര ആളുകളാണ് ഹരം മൂത്തിരിക്കുന്നത്. സഹോദരാ, നിന്റെ യുവത്വകാലത്ത് നിനക്ക് ക്ഷീണം കുറവാണ്, നിനക്ക് സൗകര്യങ്ങൾ കൂടുതലാണ്, സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള ശ്രദ്ധയും ധാരാളം ലഭിക്കും, ഒടിവും കടിവും ധാരാളം കിട്ടുന്നൊരു സമയമാണ്. ആ സമയം നീ മുതലാക്കണം. വസിഹതക ഖബ്ല സഖമിക,
ആരോഗ്യകാലം നീ സമ്പാദിക്കണം നിന്റെ രോഗം വരുന്നതിന്റെ മുമ്പ്. രോഗം വരുമ്പോ പലർക്കും തോന്നും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഒക്കെ തോന്നും, പക്ഷേ സാധിക്കൂല. രോഗം വന്നു കഴിഞ്ഞാൽ ക്ഷീണം കൊണ്ട് ഓതുന്നത് കുറച്ചായി പോകും, നിസ്കരിക്കുന്നത് കുറച്ചായി പോകും, ദിക്ർ ചൊല്ലുന്നത് അല്പമായി പോകും, എല്ലാം ചുരുങ്ങിപ്പോകും. ക്ഷീണമല്ലേ ബാധിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യകാലം മുതലാക്കണം. നിന്റെ സമ്പാദ്യം നിന്റെ ആവശ്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ട് ദാരിദ്ര്യം വന്നു പോകുമോ എന്ന് പേടിക്കുന്നതിന്റെ മുമ്പ് നിന്റെ സമ്പാദ്യം കൊണ്ട് നീ മുതലാക്കണം.